അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 സങ്കീർത്തനം 2 വാക്യം നമുക്ക് വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദൈവവചനമാണ് മനുഷ്യാത്മാവിൻ്റെ ഭക്ഷണം. മണ്ണിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം മണ്ണുകൊണ്ടുള്ള മനുഷ്യ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് പോലെ ദൈവവചനം നമ്മുടെ ആത്മാവിനെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവത്തോടുള്ള അനുസരണത്തിലും പുഷ്ടിപ്പെടുത്തും. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകയാൽ തെറ്റിപ്പോകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 29 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവഹിതം മനസ്സിലാക്കുവാൻ ചില വ്യക്തികളെങ്കിലും പാസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും പ്രവാചകന്മാരുടെയും സേവനം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ നാം തുടർച്ചയായി വായിക്കുകയും അതിൽ നാം അനുസരിക്കേണ്ട ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുവാൻ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാണ്: നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ അടുത്തറിയുവാൻ നമുക്ക് സാധിക്കും. കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15-16 വാക്യങ്ങളിലും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിലും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിലും. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 26 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഇപ്പോൾ കേട്ട വാക്യങ്ങളിൽ കൂടി നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർമാരോ പള്ളികളിലെ അച്ഛന്മാരോ ഭൂമിയിലെ ഏതെങ്കിലും സഭാ മേലധികാരികളോ അല്ല. പിന്നെയോ നമുക്ക് പാപമോചനം തരുവാൻ നമ്മുടെ പാപവും അതിന് ഫലമായി നമ്മിൽ വന്നു ചേർന്ന് ശാപവും സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ തകർക്കപ്പെടുകയും അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റിത്തരികയും ചെയ്തവനും പാപം ചെയ്ത് മാനസാന്തരപ്പെടാതെ മരിക്കുന്നവരുടെ ദേഹിയെ നരകത്തിൽ തള്ളിക്കളയുവാനും പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം സ്നാനം മുങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മരിച്ചവരെ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് പിതാവിൻ്റെ നിത്യരാജ്യത്തിൽ ചേർക്കുവാനും അധികാരമുള്ളവനുമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ഈ ഭൂമിയിലെ യാതൊരു വ്യക്തിയിൽ നിന്നും ദൈവവചനം പഠിക്കുവാൻ നാം ശ്രമിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിക്ഷയും ആകുവാൻ ഉത്സാഹിക്കണം. ദൈവവചനം പഠിക്കുവാൻ ബൈബിൾ കോളേജിലും സെമിനാരികളിലും പോകുന്നത് നല്ലതാണെങ്കിലും അവിടെ ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവഹിതം മനസ്സിലാക്കുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ബൈബിൾ പഠിക്കുവാൻ തയ്യാറായാൽ അവൻ നമ്മുടെ ബുദ്ധിയെ തുറക്കും. തീർച്ച യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്നുവെന്നും ഞാൻ അവനെ കണ്ടുവെന്നും മഗ്ദലക്കാരത്തി മറിയ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 2 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചുവെന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം 14 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 45 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവെഴുത്തുകൾ ശരിയായി വെളിപ്പെടുത്തി തരുവാൻ ഈ ഭൂമിയിലെ ആർക്കും കഴിയുകയില്ല എന്ന് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് തിരുവെഴുത്തുകൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നുള്ള മിടുക്കന്മാർക്ക് എങ്ങനെ കഴിയും?
അപ്രകാരം കഴിയുമെന്ന് പറഞ്ഞാൽ അത് ബോഷ്കാണെന്ന് നാം മനസ്സിലാക്കണം. തിരുവെഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിയെ തുറക്കുവാനാണ് നാം യേശുവിനോട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവർ ദൈവവചനം പ്രസംഗിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ ശരിയായാണോ അവർ പഠിപ്പിക്കുന്നതും പറയുന്നതുമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരും യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരും ആയിരിക്കണം. കാരണം യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് ശരിയായി ദൈവവചനം പഠിപ്പിക്കുവാൻ കഴിയൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പാപം ചെയ്ത് ജീവിക്കുന്നവർ തെറ്റായ രീതിയിൽ ദൈവവചനം പഠിപ്പിക്കൂ എന്ന് സാരം. ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി നടത്തുവാനോ നീന്തലറിയാത്തൊരു വ്യക്തിക്ക് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന വ്യക്തിയെ രക്ഷിക്കുവാനോ കഴിയാത്തതുപോലെ ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്നത് ശരിയാവണ്ണം ഗ്രഹിക്കുന്നതിനും വചനം പഠിപ്പിക്കുന്ന വ്യക്തിയും രണ്ടുപേരും പാപത്തിൽ നിന്നും മോചനം ലഭിച്ച് ദൈവാത്മാവിനെ പ്രാപിച്ചവർ ആയിരിക്കണം. ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നാം മാനസാന്തരപ്പെടണം, അഥവാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ് നാം കേട്ടത്. പാരമ്പര്യത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. സമ്പ്രദായം അഥവാ ട്രഡീഷൻ എന്നാണ് പാരമ്പര്യത്തിന് പറയുന്ന മറ്റ് പേരുകൾ. ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാരമ്പര്യമാണ് ബൈബിളിനേക്കാൾ ശ്രേഷ്ഠമായ പുസ്തകമെന്നും പാരമ്പര്യം ദൈവമാണ് സഭയ്ക്ക് തന്നതെന്നും തെറ്റായൊരു പഠിപ്പിക്കലുണ്ട്. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കേട്ട ന്യായപ്രമാണത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ നിർമ്മിച്ചുണ്ടാക്കിയ പുസ്തകത്തിനെയാണ് പഴയ നിയമകാലത്തെ പാരമ്പര്യമെന്ന് പറയുന്നത്. ഇതിനെയാണ് യേശു നിശിതമായി വിമർശിച്ചത്. നിങ്ങളുടെ സമ്പ്രദായത്താൽ അഥവാ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ദുർബലപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് യേശു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണത്തെ അഥവാ ബൈബിളിനെ ദുർബലപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന പാരമ്പര്യത്തെ അല്ല, ബൈബിളിനെ അഥവാ ന്യായപ്രമാണമായ ദൈവവചനത്തെയാണ് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്നതെന്ന് 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദൈവവചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ്. ഈ ദൈവവചനം ലിവിങ് വേർഡ് ഓഫ് ഗോഡ് അഥവാ ജീവനുള്ള ദൈവവചനമാണ്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണമാകുന്ന ദൈവവചനം റിട്ടൺ വേർഡ് ഓഫ് ഗോഡാണ്, അഥവാ എഴുതപ്പെട്ട ദൈവവചനമാണ്. എഴുതപ്പെട്ട ദൈവവചനം അഥവാ ന്യായപ്രമാണമാണ് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ മായം ചേർക്കുവാനോ മാറ്റി എഴുതുവാനോ മനുഷ്യർ ശ്രമിച്ചാൽ വിജയിക്കുകയില്ല എന്ന് സാരം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിൽ 3 വീതം നിയമങ്ങളുണ്ട്. 1 മോറൽ ലോ അഥവാ സാൻമാർഗിക നിയമങ്ങൾ, 2 സിവിൽ ലോ അഥവാ സാധാരണ പൗരൻ്റെ അവകാശങ്ങളും വസ്തുവകയെക്കുറിച്ചും ഉള്ള നിയമങ്ങൾ, 3-ാമതായി സെറിമോണിയൽ ലോ അഥവാ ആചാര അനുഷ്ഠാനങ്ങൾ എന്നീ 3 നിയമങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിൽ ഉള്ള നിയമങ്ങൾ. ഇതിൽ സാധാരണ പൗരൻ്റെ അവകാശങ്ങളും വസ്തുവകയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ യഹൂദന്മാർക്ക് മാത്രം ആണ്. അതുപോലെ തന്നെ സെറിമോണിയൽ ലോ അഥവാ ആചാരാനുഷ്ഠാനങ്ങൾ അതും യഹൂദന്മാർക്ക് മാത്രമായിരുന്നു. എന്നാൽ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെയും മരണപുനരുദ്ധാനത്തിൻ്റെയും നിഴലുകൾ മാത്രമായിരുന്നു. എന്നതിനാൽ ഇനി അപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, പെരുന്നാളുകൾ, വാവുകൾ മുതലായവ യഹൂദന്മാരാകട്ടെ നാം ആകട്ടെ ആചരിക്കേണ്ട ആവശ്യമില്ല. അഥവാ നാം ആചരിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗവും മരണപുനരുദ്ധാനവും നാം നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ന്യായപ്രമാണത്തിലെ ആചാര അനുഷ്ഠാനങ്ങളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. തന്നെയുമല്ല, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പ്രമാണത്തിലെ ആചാര അനുഷ്ഠാനങ്ങളാൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യമെന്ന് പൗലോസ് എഴുതിയത് ന്യായപ്രമാണത്തിലെ സെറിമണിയൽ ലോ അഥവാ ആചാര അനുഷ്ഠാനങ്ങളായ നിയമം മാറിപ്പോകാൻ ആവശ്യമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ഇവിടെ യേശു പ്രസ്താവിച്ച ന്യായപ്രമാണത്തിലെ മോറൽ ലോ അഥവാ സാൻമാർഗിക നിയമത്തെക്കുറിച്ചാണ്. ആ നിയമം യഹൂദന്മാർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള നിയമമാണ്. സകല മനുഷ്യരും അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ മാറ്റം വരുത്തുവാൻ സാത്താനോ മനുഷ്യർക്കോ ഒരിക്കലും കഴിയുകയില്ല. പാരമ്പര്യത്തിൽ ന്യായപ്രമാണത്തിലെ സെറിമണിയല്ലോ അഥവാ ആചാരാനുഷ്ഠാനങ്ങളല്ലാതെ നാം അനുസരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന മോറൽ ലോ അഥവാ സാൻമാർഗിക നിയമങ്ങൾ ഒന്നും ഇല്ലാത്ത പുസ്തകമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. നാം ആഘോഷിക്കേണ്ട ആഘോഷങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിത പുസ്തകമാണ് പാരമ്പര്യം. ഈ പുസ്തകം നമ്മെ ദൈവത്തിൻ്റെ സാൻമാർഗിക നിയമത്തിൽ നിന്നും അകറ്റിക്കളയുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാകുന്നു. ദൈവാത്മാവിൻ്റെ സഹായത്താലല്ലാതെ നമുക്കതിന് കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വേദനയോടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. ഞാൻ പാപിയല്ല എന്നും ദുഷ്ടന്മാരുമായി ഞാൻ കൂട്ടുകൂടുന്നില്ല എന്നും ചിലരെങ്കിലും പറയുമായിരിക്കും. എന്നാൽ ദൈവം നമ്മോട് ചോദിക്കുന്നത് നമുക്ക് ന്യായപ്രമാണത്തിലെ സാൻമാർഗിക നിയമങ്ങളിൽ സന്തോഷിക്കുവാനും ആ നിയമങ്ങൾ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിക്കുവാനും താല്പര്യമുണ്ടോ എന്നാണ്. ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവർ ബൈബിൾ വായിക്കുവാൻ സമയമില്ലെന്ന് പറയുകയില്ല. ബൈബിൾ വായിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവകൽപ്പനകൾ അനുസരിക്കുവാനും സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സാൻമാർഗിക നിയമങ്ങൾ മനസ്സിലാക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരെ വഞ്ചിക്കുവാൻ സാത്താൻ്റെ ആത്മാവുള്ള കള്ള അപ്പോസ്തലന്മാർക്കോ കള്ള പാസ്റ്റർമാർക്കോ കള്ള പുരോഹിതന്മാർക്കോ ഒരിക്കലും കഴിയുകയില്ല. 91-ാം സങ്കീർത്തനത്തിലെ ചില വാക്യത്തിൻ്റെ തെറ്റായി വിശദീകരിച്ചുകൊണ്ടാണ് യേശുവിനെ വഞ്ചിക്കുവാൻ സാത്താൻ വന്നത്. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. സാത്താൻ യേശുവിനോട് പറഞ്ഞ വാക്കുകളാണിത്. ഒറ്റ കേൾവിയിൽ സാത്താൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് തോന്നും. ഓർക്കുക, സാത്താൻ പറഞ്ഞതിൽ മുഴുവൻ വാക്യവും ഇല്ല. കാരണം നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുമെന്നത് മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നവരെക്കുറിച്ചല്ല, പിന്നെയോ ദൈവം അനുവദിച്ചിരിക്കുന്ന ജീവിത പാതകളിൽ കൂടി നടക്കുന്നവരെക്കുറിച്ചാണ്. 91-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 91-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങളാണ് നാം കേട്ടത്. കാൽ കല്ലിൽ തട്ടാതെ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിനാൽ ദോഷം ഭവിക്കാതെ എന്ന് അർത്ഥം കൊടുത്താൽ മതി. പ്രമാണം നമുക്ക് തന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് തന്നെ എത്ര ലാഘവത്തോടെയാണ് സാത്താൻ ബൈബിൾ വാക്യങ്ങൾ തെറ്റായി പറഞ്ഞ് ചതിക്കുവാൻ ശ്രമിക്കുന്നത്. ഓർക്കുക, സാത്താൻ്റെ ആത്മാവിൽ നിന്ന് അനേക കള്ള പാസ്റ്റർമാരും കള്ള പുരോഹിതന്മാരും കള്ള അപ്പോസ്തലന്മാരും ബൈബിൾ പ്രസംഗിക്കുവാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രസംഗങ്ങളിൽ നാം മുമ്പ് കേട്ട ന്യായപ്രമാണത്തിലെ മോറൽ ലോ അഥവാ സാൻമാർഗിക നിയമങ്ങൾ അനുസരിക്കേണ്ടതിനുള്ള ഉപദേശമുണ്ടോ എന്ന് നോക്കി മാത്രമേ പ്രസംഗം കേൾക്കാവൂ. നാം വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ഏറ്റവും നല്ല മാർഗം നല്ല ടീച്ചറായ കർത്താവായ യേശു ക്രിസ്തുവിനോട് സംശയം ചോദിക്കുവാൻ തയ്യാറാവുക എന്നതാണ്. അവൻ മാത്രമാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചു ഉയർത്ത പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവൻ. ആകയാൽ അവൻ്റെ സാൻമാർഗിക നിയമങ്ങളിൽ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും അവൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിച്ച് നിത്യജീവനാവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.